ഇസ്തസ്കലി ഉമ്മത്തിക്ക് വഫാത്തായ റസൂലുള്ളാഹിയുടെ ഖബറിൽ ചെന്നിട്ട് മഴയത്തേണ്ട സംഭവം ഷിർക്കാണ്, കാഞ്ഞങ്ങാട് തവസ്സുലാണ്, പരപ്പനങ്ങാടിയിൽ ഷിർക്കാണ്, ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ സംഭവം ഉദ്ധരിച്ച ആളാണ് ഹദ്ദസന അബൂ മുആവിയ അനിൽ അഅ്മശ് അൻ അബീ സാലിഹ് അൻ മാലിക്കുദ്ദാർ. ഇതിൽ 3 പേരും സഹീഹുൽ ബുഖാരിയുടെ അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരിയുടെ റാവിമാരാണ്. ആര്? ഈ ഹദ്ദസന അബൂ മുസന്നഫ് ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുസന്നഫ് ഇബ്നു അബീ ശൈബ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഇബ്നു മാജ തങ്ങളുടെയും ഉസ്താദായ മുസന്നഫ് ഇബ്നു അബീ ശൈബ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഹദ്ദസന, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ മുആവിയാണ്, അഅ്മശാണ്, അബീ സാലിഹാണ്. ഇവർ 3 പേരും സഹീഹുൽ ബുഖാരിയുടെ റാവിയാണ്. ഈ 3 പേരും ഒരുപാട് ഹദീസുകൾ, അതായത് അഅ്മശ് എന്നവര് 300 ചില്ലാനും ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോരാ, അബൂ മുആവിയ അതുപോലെ പിന്നെ അബീ സാലിഹ് ഇവരൊക്കെ ഒരുപാട് ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സംശുദ്ധമല്ലാത്ത കരങ്ങളിലൂടെ നിങ്ങൾ ഷിർക്കാണെന്നും ബിദ്അത്താണെന്നും അതുപോലെ കെട്ടുകഥയാണെന്നും കള്ളക്കഥയാണെന്നും പറഞ്ഞ് ഇസ്തസ്കലി ഉമ്മത്തിക എന്ന് പറയുന്ന സംഭവം ഉദ്ധരിച്ച ഈ ഇമാമിയങ്ങൾ, അതായത് ബുഖാരിയുടെ റാവിമാർ, അവർ ഷിർക്ക് പ്രചരിപ്പിച്ചവരാണ്, ഷിർക്ക് ചെയ്തവരാണ്. അതുകൊണ്ട് അവരുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ? ബുഖാരിയിലെ ഈ ഹദീസ് നിങ്ങൾ തള്ളുമോ ഇല്ല? ഇതാണ് എന്റെ ചോദ്യം. ബുഖാരിയിൽ 500 ചില്ലാനും ഹദീസ് ഉണ്ട്. ആ ഹദീസ് തോട്ടിലേക്ക് എന്നാണ് എന്റെ ചോദ്യം. അതൊക്കെ സ്വീകാര്യമാണ്. വെച്ച് ബാക്കിയൊക്കെ സ്വീകാര്യം. ബാക്കി പറഞ്ഞുതരാം. ബാക്കി പറഞ്ഞിരിക്കും. നിങ്ങൾ തോട്ടശ്ശേരി വന്നല്ലോ, ഇവിടെ മാത്രമല്ലല്ലോ. നിങ്ങൾ വയനാട്ടിൽ തോട്ടശ്ശേരിക്ക് വന്നാൽ ചോദിക്കാൻ വേണ്ടി. അപ്പം അവിടുന്ന് കണ്ടു ഇനി ഇൻഷാല്ലാഹ് വരും ചെയ്യും. ആയിക്കോട്ടെ. അപ്പൊ അവരൊക്കെ സ്വീകാര്യമാണ്. അവരാരും ഖബറിൽ പോയിട്ടില്ല, അവരാരും ഇസ്തിസ്ഖ പറഞ്ഞിട്ടില്ല, അവരാരും ശിർക്ക് ചെയ്തിട്ടില്ല. അവരാരും നിങ്ങൾ കേൾക്കി ഇസ്ലാം മുസ്ലിം നിങ്ങൾ കേൾക്കി, നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മുസ്ലിം തന്നെയാണ് കേൾക്കി. അടക്കപ്പണി മുസ്ലിം എടുക്കാനോ? ശരി. അപ്പൊ നയിച്ചെന്നാൽ ഒരു മുസ്ലിം കിട്ടിയ അൽഹംദുലില്ലാഹ്. ആയിക്കോട്ടെ, ശരി. നിങ്ങൾ വാട്സപ്പിൽ വലിയ മുഫ്തിയാണല്ലോ, എന്താണെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. മുസ്ലിം എന്ന് തന്നെ പല അർത്ഥമുണ്ട്. ശരി. അപ്പൊ ഈ പറയപ്പെട്ട റിപ്പോർട്ടർമാരൊക്കെയും അതിൽ ഈ ഒരു റിപ്പോർട്ടറിൽ ഒരാള് പോലും ഇസ്തിസ്ഖ പറഞ്ഞിട്ടുമില്ല, ഒരു റിപ്പോർട്ടറിന് ഖബറിൽ പോയിട്ടുമില്ല, ഒരു റിപ്പോർട്ടർ ശിർക്ക് ചെയ്തിട്ടില്ല, ഒരു റിപ്പോർട്ടർ നിങ്ങൾ പറഞ്ഞ തെറ്റായ തവസ്സുൽ ചെയ്തിട്ടില്ല. പിന്നെ അല്ലേ ചോദിക്കുമ്പോൾ ശക്തിയുള്ളൂ. അതുണ്ടാകുമ്പോഴല്ലേ അവിടെ കൈകൾ അശുദ്ധമാവുക. നിങ്ങൾ കേൾക്കണില്ല? കേൾക്കി, നിങ്ങൾ കഴിഞ്ഞിട്ട് ചോദിച്ചോളി, കഴിഞ്ഞിട്ടല്ലേ. അത് ഉണ്ടാകുമ്പോഴല്ലേ അവർ അശുദ്ധമാവുക. അവരുടെ അദാലത്തിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല, അവരുടെ വിശ്വസ്തയിൽ കുഴപ്പം വന്നിട്ടില്ല, അവരുടെ നീതിബോധത്തിൽ കുഴപ്പം വന്നിട്ടില്ല. അവരൊക്കെ സ്വീകാര്യർ തന്നെയാണ്. ഈ റിപ്പോർട്ടിൽ വന്ന ഒരു റിപ്പോർട്ടറെ കുറിച്ചും ആ നിലക്ക് അവർ മോശക്കാരായതുകൊണ്ടാണ് ഈ സാധനം കുഴപ്പമുള്ളത് എന്നല്ല നമ്മൾ പറഞ്ഞത്. നേരെ മറിച്ച് അവർ ഉദ്ധരിച്ചത് എന്താ? ഒരാൾ നബിയുടെ ഖബറിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നത് സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ കിട്ടി എന്നല്ലേ ഏറി വന്നാൽ വരുന്നുള്ളൂ. അതല്ലേ വരുന്നുള്ളൂ. സ്വഹീഹ് ബുഖാരി സമാനമായി വന്നിട്ടുണ്ട്. ഒരാൾ നബിയുടെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചു. സ്വഹീഹ് ബുഖാരി ഉള്ളതാണ്. സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് റിപ്പോർട്ടാണ്, സ്വീകാര്യയോഗ്യമാണ്. ഒരാൾ നബിയുടെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചു, അത് റിപ്പോർട്ടർമാരൊക്കെ സ്വീകാര്യരാണ്. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ പോയി മൂത്രമൊഴിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഇവരെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ വെച്ചാലോ? റിപ്പോർട്ടർമാരല്ല മൂത്രമൊഴിച്ചത്. റിപ്പോർട്ടർമാരല്ല മൂത്രമൊഴിച്ചത്. ഒരാൾ അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കണ്ടാള് പറഞ്ഞു, ആ പറഞ്ഞ ആളോട് മറ്റാൾ പറഞ്ഞു, അയാൾ മറ്റാൾ പറഞ്ഞു, അദ്ദേഹം മറ്റാൾ പറഞ്ഞു, അത് എഴുതി വെച്ചു. അപ്പൊ എഴുതി വെച്ചവർക്കാണ് കുഴപ്പം? ഇത് പറഞ്ഞവർക്കാണ് കുഴപ്പം? അല്ല, മൂത്രമൊഴിച്ചാക്കാണ് കുഴപ്പം. എന്ന പോലെ ഒരാൾ ഖബറിൽ പോയി ഇങ്ങനെ പറഞ്ഞു എന്ന് മാലിക് ദാർ ഉദ്ധരിക്കുന്നു. മാലിക് ദാറിൽ നിന്ന് അബൂ സാലിഹ് ഉസ്മാൻ ഉദ്ധരിക്കുന്നു. അബൂ സാലിഹിൽ നിന്ന് അഅ്മശ് ഉദ്ധരിക്കുന്നു. അഅ്മശിൽ നിന്ന് അബൂ മുആവിയ ഉദ്ധരിക്കുന്നു. അബൂ മുആവിയയിൽ നിന്ന് ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്നു. അതല്ലേ ഉള്ളൂ. അല്ലാതെ അതിനർത്ഥം ഈ റിപ്പോർട്ടർമാർ ആരെങ്കിലും ഒരാൾ ഇത് ചെയ്തോ, ചെയ്യാൻ പഠിപ്പിച്ചോ, അവരെ ശിർക്ക് ചെയ്തോ, അവരെ നിങ്ങൾ പഠിപ്പിക്കുന്ന തെറ്റായ തവസ്സുൽ ചെയ്തോ, ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ആ മനുഷ്യൻ ചെയ്തത് ശരിയാണോ? ശരിയല്ലേ? അതല്ലേ പിന്നുള്ളത്. ഒരാൾ ഖബറിൽ വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് രേഖപ്പെടുത്തി, ആ ചെയ്തത് ശരിയാണോ അല്ലേ? അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? അത് മാതൃകയാണോ അല്ലേ? അത് കിട്ടണമെങ്കിൽ ചെയ്ത ആളാര്? അത് കിട്ടണം. ആ ചെയ്ത ആളാര്? അത് കിട്ടിയിട്ടില്ല. നിങ്ങൾക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് കിട്ടാനും പോണില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചോ, ഇവരൊക്കെ വിശ്വസ്തരല്ലതായി മാറിയോ, ഈ ഹദീസൊക്കെ തൊള്ള ഒരൊറ്റ ഹദീസും സ്വഹീഹായ ഒരു ഹദീസും എവിടെയും തള്ളുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഒരു പ്രശ്നമില്ല. അത് ബുഖാരി എന്നല്ല, മുസ്ലിം എന്നല്ല, ഏത് ഹദീസ് കിതാബ് വന്നാലും ശരി, ഏത് ഹദീസ് കിതാബിൽ വന്നാലും ശരി, സ്വീകാര്യയോഗ്യമായ പരമ്പര ഉദ്ധരിക്കപ്പെട്ടു വന്ന മുഴുവൻ ഹദീസുകളെയും ഇൻഷാ അല്ലാഹ് അഹ്ലുസ് സുന്ന അംഗീകരിച്ചു പോന്നിട്ടുണ്ട്, സലഫികൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിലപാട് ഈ കൂട്ടായ്മക്കില്ല തന്നെ.
അതേസമയം അതിൽ വന്ന് ഒരാൾ ഇങ്ങനെ ചെയ്തു, ഒരാൾ അവിടെ പോയി അങ്ങനെ പറഞ്ഞു, മറ്റൊരാൾ ഇപ്പുറത്ത് പോയി ഇങ്ങനെ ചെയ്തു എന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് ചെയ്തത് കണ്ടോളർ രേഖപ്പെടുത്തി വെച്ചു, അത് രേഖപ്പെടുത്തിയാക്കല്ല കുഴപ്പം, ചെയ്താക്കാണ് പ്രശ്നം. ഇനി ആ ചെയ്തത് ശരിയാണോ അല്ലേ, അത് സ്വീകാര്യമാണോ അല്ലേ എന്ന് കിട്ടണമെങ്കിൽ ചെയ്ത ആളാര് അത് കിട്ടണം. അത് കിട്ടാത്ത കാലത്തോളം അതിന് പ്രസക്തിയില്ല. ശരി, നിങ്ങൾ ചോദിച്ചോളി. പിന്നെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. ഖുർആനൊക്കെ ഒന്ന് മറച്ചു നോക്കിയാല് സംഗതി ബോധ്യപ്പെടും. എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിലായത്തില്ലേ ഫൈസൽ മൗലവി? അള്ളാഹ്ക്ക് പേര് അറിയില്ലായിരുന്നു ഫൈസൽ മൗലവി, എന്നിട്ട് അവിടെ റജുൽ എന്നല്ലേ ഫൈസൽ മൗലവി പറഞ്ഞത്? അത് പറയില്ല നിങ്ങള്. അപ്പോ എന്റെ ചോദ്യം എന്തായിരുന്നു ഇവിടെ? എന്റെ ചോദ്യം, സംശുദ്ധമല്ലാത്തവരുടെ കരങ്ങളിലൂടെ വന്ന ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല? നിങ്ങൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. സംശുദ്ധമല്ലാത്തവരുടെ ഒരു കളവ് പറഞ്ഞ ആളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. പറ്റൂല. അപ്പൊ ഈ ശിർക്ക് പ്രചരിപ്പിച്ച ആളാണ് ആര്? ശിർക്ക് റിപ്പോർട്ട് ചെയ്ത ആളാണ് ആര്? അബൂ മുആവിയ. ആര്? ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ തങ്ങൾ മുസ്നഫിൽ പറയാണ്, എനിക്ക് ഈ ഹദീസ് കിട്ടിയത് ആരിൽ നിന്നാണ്? ഹദ്ദസനാ അബൂ മുആവിയ. അബൂ മുആവിയയിൽ നിന്നാണ് എനിക്ക് ഈ ഹദീസ് കിട്ടിയത്. അദ്ദേഹത്തിന് ആരിൽ നിന്നാണ്? ആമിഷിൽ നിന്നാണ് കിട്ടിയത്. അദ്ദേഹത്തിന് ആരിൽ നിന്നാണ് കിട്ടിയത്? അമീർ സാലിഹ് സമ്മാനിൽ നിന്നാണ് കിട്ടിയത്. അദ്ദേഹത്തിന് മാലിക്കുദ്ദാറിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ സംശുദ്ധമല്ലാത്തവരുടെ കരങ്ങളല്ലേ മൗലവി ശിർക്ക് പ്രചരിപ്പിച്ച കരങ്ങൾ? ശിർക്ക് പ്രചരിപ്പിച്ച കരങ്ങൾ സംശുദ്ധമാണോ മൗലവി? എന്താ മൗലവി പറയണത്? ശിർക്ക് പ്രചരിപ്പിച്ച കരങ്ങൾ സംശുദ്ധമാണോ? അല്ലേ? ആണെങ്കിൽ അല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഈ റാവിമാര് ബുഖാരിയിൽ 500 ചില്ലാനും ഹദീസ്, അതുപോലെ മുസ്ലിമിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയല്ലാതെ നീണ്ട വയന്ന് പറഞ്ഞാൽ നടക്കും മൗലവി? നടക്കൂല. അതല്ലേ പറ്റുന്നുള്ളത്. അത് പറ്റുന്നില്ല പറഞ്ഞു. നിങ്ങൾ കേൾക്കാഞ്ഞത് അപ്പം നിങ്ങൾ തുള്ളിയത് ഇങ്ങനെ അവിടെ പ്രശ്നം. അതങ്ങൾ ഇന്ന് കേൾക്കാൻ പറഞ്ഞത് അതാ പ്രശ്നം പ്രചരിപ്പിച്ചിട്ട് ഞാൻ അതല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു പള്ളിയും മൂത്ര വെച്ച് ബുഖാരിയില്ലേ എന്ത് കേൾക്കാത്ത ബാക്കി കേൾക്കി ഇന്ന് കേൾക്കി അങ്ങനെ ഇന്ന് കേൾക്കി അതേ ബാക്കി പറഞ്ഞാണ് എവിടേക്ക് അത് ചോദിച്ചപ്പോൾ ചോദ്യം അങ്ങനെ ചോദിക്കി. അതല്ലേ ഇതേ നിങ്ങളെ മൈക്കെടുത്തത്. ഇപ്പൊ നിങ്ങൾ മൈക്ക് കൊടുത്താൽ ചോദ്യം കഴിഞ്ഞിട്ട് എന്താ മുസ്ലിം ഇതൊക്കെ ആൾക്കാർ കച്ചവടം കഴിക്കാൻ പറ്റും? നിങ്ങൾ കേൾക്കിരുന്നിട്ട്. ശരി, അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ബുഖാരി വന്ന ഹദീസ് എന്ത്? നബി തങ്ങളുടെ പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ചു, അത് സ്വഹീഹാണ്. അത് പ്രയാസം. അത് സ്വഹീഹാണ്, കുറ്റമറ്റ പരമ്പരയാണ്, സ്വഹീൽ ബുഖാരിയാണ്. നിങ്ങൾ കേൾക്കി മുസ്ലിയാരെ അല്ലെങ്കിൽ അടക്കക്കാരെ കേൾക്കി. ഇത് കേൾക്കുന്നു. നിങ്ങൾ ഉത്തരം കേട്ടിട്ട് പറയും. ചോദിക്കാൻ മാത്രം വന്നതാ. ഏത് ഹറാമാണ്? അപ്പൊ ഹറാം പ്രചരിപ്പിച്ചാൽ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ കേട്ടിട്ട് ചോദിക്കുന്നത് ബാക്കി. നിങ്ങൾ ചോദിക്കാൻ മാത്രം വന്നതാ. ഹറാം ചെയ്ത ആളെ ഹദീസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാലോ? ഒരാൾ പറയാ ഒരു ഹറാം പ്രചരിപ്പിച്ച ഒരാളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളോട് ഇല്ലാന്നല്ലേ? ഹദീസ് ഹറാം പ്രചരിപ്പിച്ച ഒരാളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചോദിക്കാം. പറ്റൂല എന്ന് പറയും. അപ്പൊ അടുത്ത എന്താ ബുഖാരി ഉണ്ടല്ലോ പള്ളി മൂത്ത് വെച്ചു വന്ന ഹദീസ്, പള്ളി മൂത്രയ്ക്ക് ഹറാം അല്ലേ? അപ്പൊ അത് പ്രചരിപ്പിച്ച അത് ഇപ്പോൾ എടുക്കാൻ പറ്റുമോ? ആ ആൾക്ക് 150 ഹദീസ് ബുഖാരി ഉണ്ട്, അതൊക്കെ തള്ളു വെച്ചാലോ? എന്ത് ന്യായ അതുള്ളത്? എന്ത് ന്യായ? നിങ്ങൾ അടക്ക കച്ചവടം നിർത്തി കുറച്ച് ദീൻ പഠിക്കാൻ വരും. അപ്പൊ പഠിതൊക്കെ യഥാർത്ഥത്തില് ഇത് ഹദീസേ അല്ല. ഇസ്തസ്ഖി എന്ന വിഷയം ഹദീസേ അല്ല. പിന്നെ ഹദീസും ലോകത്തില്ല. നബി തങ്ങളിൽ നിന്ന് പരമ്പരയോട് കൊടുത്തിരിപ്പെട്ട വിഷയമേ അല്ല. അത് സ്വഹാബി ചെയ്ത പണിയുമല്ല, ഒരു താബിഈ ചെയ്ത പണിയുമല്ല, ഒരാൾ ചെയ്തൊരു പണി. അതെങ്ങനെ ഹദീസ് എന്ന് അറിയാം? പിന്നല്ലേ ബാക്കി ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഹദീസ് തന്നെ അവിടെ ഇല്ല, അങ്ങനത്തെ വിഷയം അവിടെ ഇല്ല. ഒരാൾ നബിയുടെ ഖബറിൽ വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് ഒരാൾ കണ്ടു. ആ കണ്ടത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. രേഖപ്പെടുത്തി ആക്കാണ് കുഴപ്പമുണ്ടാകുക, അത് ചെയ്താക്കാൻ കുഴപ്പമുണ്ടാകുക? രേഖപ്പെടുത്താൻ എന്താ പ്രശ്നമുള്ളത്? രേഖപ്പെടുത്താൻ എന്താ കുഴപ്പമുള്ളത്? ഒരാൾ കണ്ട അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്രല്ലേ ഉള്ളൂ. ഏറി വന്ന ആ റിപ്പോർട്ടിന്റെ ഉള്ളൂ. ഒരാൾ നബിയുടെ ഖബറിൽ വന്ന് ഇങ്ങനെ ചെയ്തത് അദ്ദേഹം മാലിക്കുദാർ കണ്ടു. അപ്പൊ മാലിക്കുദാർ അത് പറഞ്ഞു. മാലിക്കുദാറിന്റെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ല. ഇനി മാലിക്കുദാറിൽ നിന്ന് അത് കേട്ടാളാരാ? അബൂ സാലിഹ് സമ്മാൻ. വലിയ കുഴപ്പമുണ്ടോ? അദ്ദേഹം എന്ത് പറഞ്ഞു? മാലിക്കുദാർ പറഞ്ഞു. അതുകൊണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ അബൂ സാലിഹ് സമ്മാൻ ഒരു കുഴപ്പമുണ്ടാവോ? ഉണ്ടാവില്ല. അബൂ സാലിഹ് സമ്മാൻ അഴ്മസിനോട് പറഞ്ഞു. ആ അഴ്മസിനോട് ഇത് പറഞ്ഞു എന്നതിന്റെ പേരിൽ അഴ്മസിന് പ്രശ്നം ഉണ്ടാവോ? ഇല്ല. ആ അഴ്മസ് അബൂ മുആവിയയോട് പറഞ്ഞു. അബൂ മുആവിയയിൽ നിന്ന് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചു. അത് ഉദ്ധരിച്ചതിന്റെ പേരിൽ ഇബ്നു അബീ ശൈബയ്ക്ക് എന്താ പ്രശ്നം? ഇത് ഉദ്ധരിച്ചതിന്റെ പേരിൽ അബൂ മുആവിയയ്ക്ക് എന്താ കുഴപ്പം? അതിന്റെ പേരിൽ അബൂ സാലിഹ് സമ്മാൻ എന്താ കുഴപ്പം? അതിന്റെ പേരിൽ അഴ്മസ് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇനി ഏതെങ്കിലും റിപ്പോർട്ടർമാർക്ക് ഈ ഹസനത്തിൽ വന്ന ഈ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാരിൽ ഏതെങ്കിലും റിപ്പോർട്ടർമാർക്ക് എവിടെയെങ്കിലും ഒരു തകരാറ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഉദ്ധരിച്ചു എന്നതല്ല തകരാറ്. ഇത് ഉദ്ധരിച്ചു എന്നതല്ല തകരാറ്. നേരെ മറിച്ച് ഇതേപോലെ സമാനമായി പലതും ഉദ്ധരിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. കഅബയിൽ വിഗ്രഹം സ്ഥാപിച്ചിരുന്നു റിപ്പോർട്ടില്ലേ? കഅബയിൽ വിഗ്രഹം സ്ഥാപിച്ചിരുന്നു റിപ്പോർട്ടില്ലേ? ബുഖാരി അടക്കണ്ട്, മുസ്ലിം അടക്കണ്ട്. ദാത്തുൽ വാത്ത് വിഷയം ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ദാത്തുൽ വാത്ത് വിഷയം. അപ്പോൾ ചോദിക്കുന്നത് ദാത്തുൽ വാത്ത് ശിർക്കല്ലേ? അപ്പൊ അത് റിപ്പോർട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ആളെ ഹദീസിന് എടുക്കാൻ പറ്റുമോ ചോദിച്ചാലോ?
ഇത് അടക്ക കച്ചവടം മാത്രമായിട്ട് നമ്മൾ കുഴപ്പമാണ്, ദീൻ പഠിച്ചാൽ ചോദ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ആ മനുഷ്യൻ ചെയ്ത പണി ശരിയല്ലയോ? ശരിയല്ല. ആ മനുഷ്യൻ ചെയ്ത പണി ശരിയല്ല. അപ്പൊ ഇനെന്താ അയാൾ ആരാന്ന് കിട്ടില്ല, റജുൽ എന്ന് പറഞ്ഞാണ് കുഴപ്പം എന്നാണ്. റജുൽ എന്ന് പേര് കിട്ടാത്തത് മാത്രമല്ല കുഴപ്പം, അതൊരു കുഴപ്പമാണ്. മറ്റൊരുപാട് കുഴപ്പങ്ങൾ ഒരു കുഴപ്പം മാത്രം. അതിന് കണ്ടുപിടിച്ച ന്യായപ്പന്ത് ഖുർആനിലുണ്ടല്ലോ, മദീന, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നു എന്ന് സൂറത്ത് യാസീനുണ്ട്. അപ്പൊ അതൊരാളെന്നേ ഉള്ളൂ, അത് സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ടൊന്ന് ഖുർആനിലുണ്ട്. അള്ളാഹ് പറഞ്ഞു. അതേപോലെ നബി ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. അല്ലയോ റസൂലോ ഒരാൾ ചെയ്ത മാതൃകയായി പറഞ്ഞാൽ പിന്നോട് ചോദ്യമില്ല. രണ്ട്, ആ റജുൽ എന്താ പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞ റജുൽ എന്താ പറഞ്ഞത്? ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റുവീൻ. അത് ആ റജുൽ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ആ റജുൽ പറഞ്ഞിട്ടില്ല വിചാരിക്കും, എന്നാലും ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുവീൻ എന്ന് ഒരു റജുൽ പറഞ്ഞു. ഇനി ആ റജുൽ പറഞ്ഞിട്ടില്ല വിചാരിക്കും, എന്നാലും ഇത്തബിഉൽ മുർസലീൻ, റസൂൽമാരെ പിൻപറ്റുവീൻ. ഇവിടെ അതല്ല. ഈ റജുൽ വന്നത് നിങ്ങൾ നബി ഞങ്ങൾ പഠിപ്പിച്ച പോലെ ചെയ്തോളി എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെ റജുൽ ആരെ നോക്കേണ്ട കാര്യമില്ല. ആ റജുൽ വന്നിട്ട് നീ കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരാൾ വന്ന് നബിയെ മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് പറഞ്ഞു എന്ന് അതിലുള്ളത്. അപ്പൊ അയാൾ വന്നു എന്നത് കണ്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത മാലിക് ദാറിൽ നിന്ന് അത് കേട്ടു പോന്ന പരമ്പര. ഇത് കണ്ടു എന്നതിന്റെ പേരിലോ, ആ കണ്ടത് പറഞ്ഞപ്പോൾ അത് കേട്ടു എന്നതിന്റെ പേരിലോ, ആ കേട്ടത് പറഞ്ഞപ്പോൾ അത് കേട്ടു എന്നതിന്റെ പേരിലോ ഒരു റിപ്പോർട്ടിൽ കുഴപ്പം വരുന്നില്ല. എന്നാൽ ആ മനുഷ്യൻ ചെയ്ത പണി ഇസ്ലാം അംഗീകരിച്ച പണിയാണോ? അല്ല. അപ്പൊ പിന്നെ അയാൾ ചെയ്ത് ശിർക്കാണോ, അയാൾ ചെയ്ത് കുഫ്റാണോ, അയാൾ സ്വീകരിക്കാൻ പറ്റുമോ? അതിന് അയാൾ ആരാ കിട്ടണ്ടേ? അയാൾ ആരാന്ന് എവിടെയും കിട്ടിയിട്ടില്ല. അയാളുടെ പേരും അറിയില്ല, അയാൾ സ്വഹാബിയാണോ അല്ലെന്ന് അറിയില്ല, അയാളുടെ ജാതി ഏതാ, മതം ഏതാ, എന്താ, ഒന്നും എവിടെയും ഒരു പിടുത്തൂല്ല. ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് കാണുന്നു. അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഹദീസൊക്കെ തള്ളുക എന്ന വകുപ്പ് വരുന്നേ ഇല്ല. അങ്ങനത്തെ വിഷയം ഇവിടെ ഇല്ല. ഇത് ഹദീസ് അല്ലതാനും എന്നത് ഹദീസേ അല്ല, അങ്ങനത്തെ വിഷയവുമില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധങ്ങൾക്ക് ഇത്തരം ചില കഥകളെ അടിസ്ഥാനമാക്കി കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഏതെങ്കിലും ആൾ എവിടെയും പോയി കാട്ടിയത് അത് തെളിവായി കൊണ്ട് കുറച്ച് മുസ്ലിം അങ്ങനെ ഉണ്ടായിക്കോട്ടെ, പല സൈസ് ഉണ്ടല്ലോ, കുറച്ച് അങ്ങനെ പോയിക്കോട്ടെ, ഇവിടെ തക്കിബാരും കെടുക്കട്ടെ, അത്ര പേര് പറയാനുള്ളൂ. അല്ല, ഉമർ ഖത്താബിന് പോയിട്ട് ഞാൻ ഖബറിനെ പോയിന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇസ്തസ്ഖി പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. ഉമർ ഖത്താബ് അങ്ങനോട്ട് അത് കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും മുസന്നഫിലില്ലതാനും, അങ്ങനെയൊന്നും മുസന്നഫിലില്ല. അവിടെ ആ വക ഒന്നും മുസന്നഫില്ല. പിന്നെ നിങ്ങളെ വകാണ്ട് ഏച്ചുവിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് സലാം പറഞ്ഞു ഏറി വന്നാ ഉള്ളൂ. ഇനി അത് വന്ന റിപ്പോർട്ടർ എന്താണ്? നീ എപ്പോഴാ ഈ സ്വപ്നം കണ്ടു നോക്കണം? അൽബാരി ഇന്നലെ രാത്രി. അത് മുസന്നഫിലല്ല, വേറെ റിപ്പോർട്ട് വന്നപ്പോൾ. അപ്പൊ അവിടെ സ്വപ്നം കണ്ട കഥ അവിടെ പറഞ്ഞോളൂ. അല്ലാതെ ഞാൻ ഖബറിനെ പോയി ഇസ്തസ്ഖി പറഞ്ഞു എന്നൊന്നും ഉമർ ഖത്താബിനോട് പറഞ്ഞു എന്നിട്ട് അവിടെ ഇല്ലതാനും. ഏതാനും കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ ഹദീസിലോ ഖുർആനിലോ ഒരു റജുലി എന്ന് മാതൃകയോഗ്യമായി പഠിപ്പിച്ച എവിടെ ഉണ്ടോ ആ റജുലൊക്കെ സ്വീകാര്യം. ഇത് ഖുർആനിലും വന്നിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല, അല്ലാഹ് പറഞ്ഞിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല. ശേഷം ഇച്ചിരി 17-ാം കൊല്ലം ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് അസ്വാഭാവികത വേറെ ഉണ്ട്. എന്തോ ആവട്ടെ. കാരണം ഇച്ചിരി 17-ാം കൊല്ലം എന്ന് പറഞ്ഞാൽ ആയിഷ ബിയോട് താമസിക്കുന്ന കാലം. ആയിഷ ബിന്റെ റൂമിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്. ഇച്ചിരി 17-ാം കൊല്ലം എന്ന് പറയുമ്പോൾ നബി തങ്ങൾ മരിച്ച് 6 കൊല്ലമായിട്ടുള്ളൂ. അന്ന് ആയിഷ ബീവി താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരാൾ ഏടോ മണ്ടുന്നിട്ട് അവിടെ ഔത്ത് കയറിയിട്ട് ഇങ്ങനെ കാട്ടാനൊന്നും പറ്റൂല അന്നത്തെ കാലത്ത്. അതൊക്കെ പിന്നെ കഥയിൽ ചോദ്യം ഇല്ലാന്നാണല്ലോ. ആയിഷ ബീവി താമസിക്കുന്ന റൂമിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്. അവിടെ നബി തങ്ങൾ വഫാത്തായി 6-ാം കൊല്ലം ഈ സംഭവം നടന്നു പറയുന്നത്. അപ്പൊ അന്നൊരാൾ നേരെ ഐഷബിന്റെ ബെഡ്റൂമിൽ കയറി പോയിട്ട് അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേറെ കുറെ ചോദ്യങ്ങളാണ് അവിടെ. ഇനി മാത്രമല്ല, ആ സ്വപ്നത്തിൽ എന്താ ഉള്ളത്? ഉമർ ഖത്താബിനെ കുറിച്ച് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ പറയണം എന്നാ. ഉമർ ഖത്താബിന്റെ ഭരണമാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിപരമായി ഭരണമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഗാന്ധിജി പോലും പറഞ്ഞല്ലോ, ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ ഉള്ളത്. അപ്പൊ ആവട്ടെ, ഏതായാലും നമുക്ക് ചർച്ചയുടെ ആവശ്യമില്ല. അവിടെ ഇത് ഹദീസേ അല്ല, ഇത് ആയത്തുമല്ല, ഹദീസുമല്ല, അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണവുമല്ല. പിന്നെ ആ വന്ന ആൾ ചെയ്ത പണി ശരിയാണോ, അത് ആൾ വന്നിട്ടുണ്ടോ ഇല്ലേ, വന്ന ആൾ ആരാ എന്നൊക്കെ കിട്ടിയിട്ടല്ലേ ബാക്കി, പിന്നെ പ്രസവിച്ചിട്ടല്ലേ നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമുള്ളൂ. ഇത് സംഭവം തന്നെ ഒരാൾ ആരാപിടിച്ചില്ലാത്ത കാലത്ത് പിന്നെ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നാണ് സൂചിപ്പിക്കുക. ഏതായാലും അൽഹംദുലില്ലാ അദ്ദേഹം വന്ന് ചോദിച്ചു, നല്ല സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ വിഷയം ബന്ധപ്പെട്ടല്ല, ഈ വിഷയത്തിന് ഇപ്പൊ നിങ്ങള് ഹലോ അപ്പൊ ഈ വിഷയങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനി ചോദിക്കാനുള്ളത്, ഇപ്പൊ അടുത്തൊരു മുഖാമുഖത്തിൽ നിങ്ങൾ തലമുറക്കൊരു സുന്നത്തല്ല അറിഞ്ഞിരുന്നു. സുന്നത്താണോ ചോദിച്ചപ്പോൾ സുന്നത്തല്ല അറിഞ്ഞിനി. 1950 അൽമനാറിൽ സുന്നത്താണെന്നും പറഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെ ഇത് സുന്നത്തും തൗഹീദൊക്കെ തീരുമാനിക്കല്? നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കലാണോ? അല്ല, 52-ലാണ്. ഇത് ഒക്കെ ഒരുപാട് വീക്ഷണ വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണമായി
ഉദാഹരണമായി ഇപ്പോൾ ഒരു കാലത്ത് സമസ്തക്കാർ പറഞ്ഞു പെണ്ണ് കൈയെഴുത്ത് പാടില്ല, ഹറാമാണ്. പിന്നെ പറഞ്ഞു ഇപ്പോൾ അത് കുഴപ്പമില്ല, അത് പറ്റും തന്നു. ഒരു കാലത്ത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു അല്ല അത് കുഴപ്പമില്ല, സ്വർഗത്ത് ഇംഗ്ലീഷ് പറ്റും തന്നു. താഴെ പറഞ്ഞു ഹിന്ദി നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു അല്ല അത് കുഴപ്പമുള്ള കാര്യമല്ല, ഹിന്ദി നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. മദ്രസ ജഹന്നമിനെ മീമ എന്ന് പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞു അല്ല മദ്രസ നമുക്ക് 9,000 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെയൊക്കെ മാറാൻ എന്താണോ അടിസ്ഥാനം, അങ്ങനെ ചില അടിസ്ഥാനം ഇതിലുണ്ട് കൂട്ടിക്കോളി, ആയിക്കോട്ടെ. അപ്പൊ അതൊക്കെ മാറാൻ എന്തായിരുന്നുവോ അന്നത്തെ പണ്ഡിതന്മാർ കണ്ട ന്യായം ഇന്നത്തെ പണ്ഡിതന്മാർ കണ്ട ന്യായം എന്ന പോലെ ഒരു ന്യായം അതിലുണ്ടാകും. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നപ്പോൾ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞതാണ്, അതിൽ സ്വഹീഹായ ഹദീസുകൾ പ്രത്യേകിച്ച് വന്നിട്ടില്ല. തലമറക്കൽ സുന്നത്താണെന്ന് പറയുന്ന, അതിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഹീഹായ ഹദീസ് നബിതങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. അത് വരുമ്പോഴാണ് അത് സുന്നത്തായി മാറുക. ഇനി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അതിൽ ഒരുപാട് ചർച്ചകൾ പഴയ എല്ലാ കാലത്തുണ്ട്. ഇപ്പോൾ മാത്രമൊന്നല്ല, 1952 മാത്രമൊന്നല്ല, പഴയകാലം മുതൽ തന്നെ ഒരുപാട് ചർച്ചകളുണ്ട്. മുത്തലക്കായ തെളിവുകൾ മതിയോ, ആമായ തെളിവുകൾ മതിയോ, ഇതിന് പ്രത്യേകം തെളിവ് വേണോ, ഉള്ള തെളിവ് സ്വീകാര്യമാണോ അല്ല, അതൊക്കെ പഴയകാലം മുതൽ തന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നൊരു വിഷയമാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫിഖഹിയായ മസ്അല എന്ന നിലയ്ക്ക് സ്വാഭാവികമായും വ്യത്യസ്ത വീക്ഷണങ്ങൾ എല്ലാ കാലത്തും പണ്ഡിതന്മാർ രേഖപ്പെടുത്തി പോന്നിട്ടുണ്ടാകാം എന്നല്ലാതെ അതൊന്നും വലിയൊരു കാര്യമായി കൊണ്ടെടുക്കേണ്ടതല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ശരി, കേട്ടു. തെറ്റിൽ യോജിക്കുവാൻ സാധ്യതയില്ലാത്ത അനേകം സ്വഹാബികളിൽ നിന്ന് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, അങ്ങനെയുള്ള ഹദീസ് വേണം എന്തിന്? വിശ്വാസ കാര്യങ്ങൾക്ക് എന്ന് ആരാണ് പറയണത്? പൊന്മളയാണ് പറയണത്. നബിന്റെ ഖബറിന്റെ അടുത്ത് പോകാമെന്നും അവിടെ പോയിട്ട് തേടാമെന്നുള്ളതൊക്കെ വിശ്വാസകാര്യമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും തർക്കമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാൻ പറ്റുമല്ല? എന്താണ് നിങ്ങൾ അതിലുള്ള ഒരു കാഴ്ചപ്പാട്? ഫാത്തായ റസൂലുള്ളാഹിയുടെ ഖബറിൽ ചെന്നിട്ട് സഹായം തേടിയ സംഭവം ശിർക്കല്ല. അതിന്റെ ഇപ്പൊ നമുക്കുള്ള നിലപാട് അല്ല, അത് മുത്തവാത്തിറാണോ അല്ലേ? പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഏത് സംഗതിയാണെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇബ്നു അബീ ഷൈബയുടെ ഈ അസർ അത് മുത്തവാത്തിറാണോ അല്ലേ? ഇത് ശിർക്കാണോ അല്ലേ? ശിർക്കാണെന്ന് ആര് പഠിപ്പിച്ചു? അതല്ല ഇവിടുത്തെ വിഷയം. സഹോദര, നിങ്ങൾ ശിർക്കാണോ അല്ലേ എന്നുള്ളത് വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകരിക്കണ്ടേ? ഇവിടെ ലോകത്ത് ഇത് നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാധനമാണെന്ത്? ഇബ്നു അബീ ഷൈബയുടെ ഈ ഹദീസ് എന്ന് നിങ്ങൾ പറയുന്നു അസറാണ്. ഈ അസറായ സാധനം മുത്തവാത്തിറായാലേ വിശ്വാസകാര്യത്തിന് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങളുടെ അസല്, അല്ലെ? നിങ്ങളുടെ അസല് അതല്ല. അതാണ് നിങ്ങളെക്കാളും വിവരമുള്ള. നിങ്ങൾ വെറും കച്ചവടക്കാരനും പിന്നെ അടക്ക കച്ചവടക്കാരനുമാണ്. നമ്മുടെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് പറയുന്നത് മുഫ്തിയാണ്. അദ്ദേഹത്തിന്റെ ഫത്താവകളുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞ ഫത്താവയിലുള്ള ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ അസൽ എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ അസല് എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങൾക്ക് ഒരു സാരം സ്വീകരിക്കണമെങ്കിൽ മുത്തവാത്തിറായിട്ട് വേണം, അഥവാ വിശുദ്ധ ഖുർആനിൽ വരണം, അല്ലെങ്കിൽ പരശതം സഹാബികളിൽ നിന്ന് ഒരുമിച്ച് വന്നതായിരിക്കണം. ഈ ഇബ്നു അബീ ഷൈബയുടെ മുസന്നഫിലുള്ള ഇത് മുത്തവാത്തിറാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ എസ്തോറിനെ പറഞ്ഞാൽ മതി. ആണോ അല്ലേ? അപ്പോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സക്കരിയ സലാഹിയുടെ പ്രസംഗങ്ങളിലൊന്നും കേൾക്കാമായിരുന്നു. ഒരു സംഗതി ശിർക്കാണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നെസ്സായിട്ട് കിട്ടണം. ഇത് കിട്ടിയിട്ടുണ്ടോ? ആരും പഠിപ്പിച്ചിട്ടില്ല. ഈ വഫാത്തായ റസൂലുള്ളാഹിയുടെ ഖബറിൽ പോയിട്ട് ഉമർ തങ്ങളെ ഭരണകാലത്ത് ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ പറയാം, നിങ്ങൾ കഴിഞ്ഞു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യം. ആ സ്ഥിരപ്പെട്ട കാര്യത്തെ ഗണ്ണിക്കുവാനും അതിനെ പൊളിക്കാനാണ് ഏതോ ഒരു മനുഷ്യൻ ചെയ്ത് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾ മുസ്ലിങ്ങൾ ഉറങ്ങുമ്പോൾ കടന്ന് ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ റജുൽ ഏതാണ്, അയാൾ അഡ്രസ്സ് ഇല്ല, അയാൾ ഏതാണെന്ന് അറിയില്ല, ഏത് നാട്ടുകാരാണെന്ന് എവിടുത്തുകാരാണെന്ന് അറിയില്ല, മുസ്ലിം ആണോ ഒന്നും കൂടി അറിയില്ല, ഒന്നും അതിൽ വ്യക്തമല്ല. നിങ്ങൾ പറഞ്ഞേരി ആളെ പേര് അറിഞ്ഞിരുന്നാൽ അല്ല, ആളെ പേര് പറഞ്ഞേരി ഉണ്ടോ? ഇല്ല. അപ്പൊ ആളെ പേരില്ല, ഊരും പേര് അറിയില്ല, മശൂറും കുറവില്ല എന്ന് പറഞ്ഞാൽ മറ്റേ ആളെ പറ്റി പറയും. അതുങ്ങളെല്ലാം ഊരും പേരും ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ കൊണ്ടോ റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെടാത്തൊരു കാര്യം ഈ ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട ഈ കാര്യം പറയാം. ഏതോ ഒരു മനുഷ്യൻ വന്നു, നിങ്ങൾ ഖുർആനാണ് ഈ അള്ളാഹ്, നിങ്ങൾ ഉറങ്ങുമ്പോൾ ചിന്തിച്ചോടി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ എടോ ഞാൻ എനിക്ക് എൻ്റെ കിതാബ് തന്നിട്ടില്ലേ? ഉണ്ട്. അത് സ്വീകരിച്ചോ? ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്ത് തന്നിട്ടില്ലേ? അത് സ്വീകരിച്ചോ? ഏതോ ഒരു മനുഷ്യൻ വന്ന് അറിഞ്ഞിനോ എന്ന് അള്ളാഹ് ചോദിക്കൂല. അള്ളാഹിന്റെ കിതാബിലുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനും സ്വീകരിക്കാനും അത് പൂർണ്ണമായി അംഗീകരിക്കാനും വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹിന്റെ കാലല്ല, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലല്ല, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മനുഷ്യന്മാർ കള്ളു കുടിച്ചിട്ടുണ്ട്. അറിയാങ്ങൾക്ക് കള്ള് കുടിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തെളിവാകോ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഏതോ ഒരാൾ വന്ന് കള്ളുടിച്ചു, ഉമർ റളിയല്ലാഹു അടി കിട്ടി,
അപ്പോൾ ഇതൊക്കെ സുഹൃത്തുക്കളെ, ഇതൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനും തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അള്ളാന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തും മുറുക്കി പിടിച്ചോളി മുസ്ലിയാരെ. ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾക്ക് വഴികേട് സംഭവിക്കൂല. ഇതൊന്ന് വിട്ടാൽ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. ഈ വിശ്വാസികളുടെ മാർഗ്ഗമല്ല, മുനിറ സഹാബത്തിന്റെ മാർഗ്ഗം. ഒരു സഹാബി പോലും റസൂലുള്ളാഹിന്റെ അടുക്കൽ ഖബറിന്റെ അടുക്കൽ വന്ന് തെളിച്ചതായി ഒരിക്കലും നിങ്ങൾക്ക് ഇലാ യൗമിൽ ഖിയാമത്ത് തെളിയിക്കാൻ കഴിയില്ല. അതാണ് ഇമാം സുയൂത്തി പറഞ്ഞത്. വഖദ് അജ്ദബു മറാത്തിൻ, ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹിന്റെ മരണശേഷം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വഹല്ലാ ജാഊ വസ്തസ്ഖൂ, റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് അവർ എന്തുകൊണ്ട് വന്നില്ല, റസൂലുള്ളാഹിയുടെ സഹായം ചോദിച്ചില്ല, ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സഹാബിയും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ഇസ്ലാമിക വിശ്വാസമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ശിർക്കാണ് ശിർക്കല്ല, നിങ്ങൾ സമാധാനത്തിന് ശിർക്കെല്ലാം സംഘടിപ്പിച്ചാലും വിശ്വാസികൾ ശരിക്കും ചിന്തിച്ചോളൂ, ഇസ്ലാമും ഖുർആനും സുന്നത്തുള്ളതല്ല. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മുസ്ലിംകാർക്ക് ചോദിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പോ ഇവിടെ ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ മരിച്ചതോടുള്ളതാണ് ശിർക്കാണെന്ന് തെളിവായിട്ട് ഉദ്ധരിച്ചതാ. ആരാ പറഞ്ഞേ? ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇതിനർത്ഥം അല്ലാത്തവരോ ആരോട് സഹായം തേടാൻ പാടില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ പോയിട്ട് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ട്. ഒന്ന്, പിന്നെ സുയൂത്തി ഇമാം ഇസ്തിഗാസ 100 കണക്കിന് ഇസ്തിഗാസ ചെയ്ത ആളാണ്. ഈ സംഭവം ഉദ്ധരിച്ച അൽ-അംറു ബിൽ ഇത്തിബാഅ് എന്ന് പറയുന്ന കിതാബിന്റെ താഴ്ഭാഗത്ത് തന്നെ മാ ബൈനൽ മൗഖൂഫത്തൈനി മിൻ ഖത്ലാഇ സിറാത്തുൽ മുസ്തഖീം അതിന്റെ ചോട്ട് തന്നെ ഉണ്ട്. നിങ്ങളിട്ട് അൽ-അംറു ബിൽ ഇത്തിബാഅ് അത് അദ്ദേഹത്തിന്റെതാണോ അല്ലേ എന്നുള്ളത് തന്നെ അതിന്റെ കയ്യെഴുത്ത് പ്രതി നിങ്ങൾ എടുത്തുണ്ടോ? ഉണ്ടാകൂല. കയ്യെഴുത്ത് പ്രതി ഉണ്ടോ? കയ്യെഴുത്ത് പ്രതിന്റെ കോപ്പി ഉണ്ടോ? ഉണ്ടോ? ഒന്ന് കാണിച്ചു തരും. അൽ-അംറു ബിൽ ഇത്തിബാഅ് എന്ന് ലോകത്ത് ഇറങ്ങണമെന്നൊക്കെ അതിന്റെ മൻസൂഖിന്റെ ആദ്യ കോപ്പി കയ്യിൽ കോപ്പി ഉണ്ട്. നെറ്റിൽ നിന്ന് എടുത്തല്ലോ മുസ്ലിം ഒറിജിനൽ. നിങ്ങൾ മർക്കസ് ഏത് കിതാബിലില്ലാത്ത കിതാബ് കയ്യിൽ? അൽഹംദുലില്ലാഹ്, അതിന്മേൽ വിഷയത്തിൽ നല്ല പാട് പറഞ്ഞു. കിതാബ് വേണമെങ്കിൽ എടുക്കാൻ വലിയ ആദ്യത്തെ 5-6 പേജുകളിൽ അതിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ കോപ്പി അങ്ങനെ തന്നെ കൊടുത്തുകൊണ്ടാണ് ആ കിതാബ് ഇറങ്ങുന്നത് തന്നെ. അൽ-അംറു ബിൽ ഇത്തിബാഅ് ഈജിപ്തിൽ ഇറങ്ങുന്നുണ്ട്, ലെബനാനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ബൈറൂത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, പല നാട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ ഇറങ്ങുന്നിടത്തൊക്കെ അതിന്റെ ആദ്യത്തെ നമ്മളെ വണ്ടിയിൽ ഒരു ബാഗുണ്ട്, അതിലുണ്ടാ കിതാബ് മാലി സൈഫിന്റെ ബാഗുണ്ട്, ഒന്ന് കണ്ടോട്ടെ ഒന്ന്. പിന്നെ അപ്പൊ അൽ-അംറു ബിൽ ഇത്തിബാഅ് ഇപ്പൊ വിഷയം എന്താ? വിഷയം പതിച്ചാൽ നബിയുടെ ഖബറിനെ പോയിട്ട് തേടാൻ പറ്റുമോ, തേടിയാൽ കിട്ടുമോ എന്നാണ് വിഷയം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനാണ് പറഞ്ഞത് ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ മാതൃക പഠിപ്പിച്ചിട്ടില്ല, തിരിച്ചാണ് പഠിപ്പിക്കപ്പെട്ടതും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ ധാരാളം അധ്യായങ്ങളിൽ, ധാരാളം വചനങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് തേടാവൂ, അവനോട് പ്രാർത്ഥിക്കാവൂ, അവനോട് സഹായമർത്ഥിക്കാവൂ എന്നുള്ള 100 കണക്കായ ആയത്തുകൾ ഖുർആൻ പഠിപ്പിക്കുന്നു. ധാരാളം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. അല്ലാത്ത തേട്ടങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു. റബ്ബിനോടെ തേടാവൂ, അല്ലാത്ത തേട്ടങ്ങൾക്ക് റബ്ബിൽ പങ്കു ചേർക്കലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ശിർക്കായ ഒരു കാര്യത്തിന് പിന്നെ ഒരാൾ വന്നിങ്ങനെ ചെയ്തു എന്ന് കിട്ടിയതുകൊണ്ട് മാത്രം ഈ പറയപ്പെട്ട ആയത്തുകളെയും ഹദീസുകളെയും മുഴുവൻ തള്ളിക്കളഞ്ഞ് അയാൾ ചെയ്ത ചെയ്തിയെ മാതൃകയാക്കാൻ മാത്രം അയാൾ ആരാ? അയാൾ മാതൃകാ യോഗ്യനാണോ? അയാൾ സ്വഹാബിയാണോ? അയാൾക്ക് എന്താ ദീനിൽ ആ നിലയ്ക്ക് ഒരു അഖീദയിൽ ഒരു നേതൃത്വം നൽകാൻ മാത്രം എന്താ ഉള്ളത്? അതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇനി ഖബറുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ പഠിപ്പിച്ച ഒരുപാട് മര്യാദകൾ, ആ മര്യാദകൾക്കെല്ലാം വിരുദ്ധമാണ് ഈ പറഞ്ഞ വിഷയം. നബിതങ്ങൾ നമ്മോട് പ്രത്യേകം പറഞ്ഞ വസിയത്താണ്, എന്റെ ഖബർ ആഘോഷ കേന്ദ്രമാക്കാൻ പാടില്ല. ലാ തജ്അലു ഖബരി ഈദ, എന്റെ ഖബർ നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കാൻ പാടില്ല. നബിതങ്ങൾ ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. ഇമാം ഹാക്കിം തന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തു, മറ്റു പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ റബ്ബേ. നബിയുടെ ദുആയാണ്, നബിതങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പഠിച്ചോനെ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. അപ്പൊ ഖബറിങ്ങൾ ചെന്ന് ഖബറാളിയോടുള്ള ഇബാദത്തുകൾ, ഖബറാളിയെ വിഗ്രഹമാക്കുന്ന ശൈലികൾ, അതൊക്കെ പാടില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുകയും ആ തരത്തേക്ക് എന്റെ ഖബർ മാറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ നബിതങ്ങൾ റഹ്മാനായ റബ്ബിനോട് അത് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു സ്വഹാബിയും നബിയുടെ കാലശേഷം നബിയുടെ ഖബറിൽ വന്ന് നബിയെ മഴയില്ലാന്നോ, നബിയെ രോഗമാണ് എന്നോ, നബിയെ കുട്ടികൾ വേണമെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനും ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് തേടിയിട്ടില്ല. നബിതങ്ങളുടെ ഖബറുണ്ടായിട്ട് ആ ഖബർ ഉൾക്കൊള്ളുന്ന അതേ വീട്ടിലാണ് ആയിഷ ബീവി 10 പതിറ്റാണ്ടുകൾ പിന്നീട് താമസിച്ചത്.
അതേപോലെ മറ്റു ഭാര്യമാർ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചു. സ്വഹാബിമാർ അവിടെ പരിസര പ്രദേശത്തായി താമസിച്ചു. ഒരു സ്വഹാബി ജീവിതത്തിൽ ഒരു പ്രശ്നത്തിൽ നബിയുടെ ഖബറിൽ വന്ന് നബിയോട് സങ്കടം പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അതാണ് സുയൂത്തിമാവ് പറഞ്ഞത്. അദ്ദേഹത്തെ അൽ-അംറു ഇത്തിബാഇൽ അദ്ദേഹം പറഞ്ഞു അന്ന സ്വഹാബത വഖദ് അജ്ദബു മർറാത്തിൻ, സ്വഹാബിമാർക്ക് പലപ്പോഴായി ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. വദഹമത്തുഹും നവാഇബു, അവർക്ക് പല വിപത്തുകൾ ബാധിച്ചിട്ടുണ്ട്. ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വഫാത്തിനു ശേഷം പല വിപത്തുകളും പലപ്പോഴായി ക്ഷാമങ്ങളും സ്വഹാബത്തിനുണ്ടായിട്ടുണ്ട്. ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരും എന്തുകൊണ്ട് നബിയുടെ ഖബറിൽ വന്നില്ല, മഴയെ തേടിയില്ല, അവർ നബിയോട് ഇസ്തിഗാസ ചെയ്തില്ല. ബൽ ഖറജ ബിഹിം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലൽ മുസ്തസ്ഖാ ഇലൽ മുസല്ല ഫസ്തസ്ഖാ ബിൽ മുസ്ലിമീൻ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളെയും കൂട്ടി നിസ്കാര സ്ഥലത്തേക്ക് പോവുകയും അവിടെ മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചു പ്രാർത്ഥിക്കുകയുമാണ് ഉമർ ഖത്താബ് ചെയ്തത്. അതുകൊണ്ട് ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അബ്ദല്ലാഹ് ബിസലഫിക സ്വാലിഹ്, അതുകൊണ്ട് അല്ലയോ മുസ്ലിമേ, നീ അള്ളാന്റെ അടിമയാണെങ്കിൽ നിന്റെ ഈ സ്വാലിഹ്യങ്ങളായ മുൻഗാമികൾ ചെയ്തതിനെ നീ പിന്തുടരണം. ശരിയായ തൗഹീദ് നീ സാക്ഷാത്കരിക്കണം. ഫലാ തഅ്ബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനോടല്ലാതെ നീ പ്രാർത്ഥിക്കരുത്. വലാ തസ്തഈൻ ഇല്ലാ ബിഹി, ആ റബ്ബിനോടല്ലാതെ നീ സഹായം ചോദിക്കുകയും ചെയ്യരുത് എന്ന് അദ്ദേഹം പഠിപ്പിച്ച കിതാബാണ് ഈ കിതാബ് അൽ-അംറു ബിൽ ഇത്തിബാഅ്. ഇതാണ് കിതാബ് അൽ-അംറു ബിൽ ഇത്തിബാഅ്. ഇതിറങ്ങിയത് ഇതില് ആദ്യത്തെ പേജ് കണ്ട് 27ാമത്തെ പേജിൽ ഇതിന്റെ അസൽ കോപ്പി എടുത്തിട്ടുണ്ട്. ഈ കിതാബിന്റെ ഒറിജിനൽ എവിടെ ഉണ്ട്, അത് ലോകത്തെ എവിടെ കിട്ടുക, അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഏത് കിതാബും ലോകത്ത് സാധാരണ ഇറങ്ങാറുള്ളത്. അതിന്റെ ഓരോ പണികളും അതിന്റെ അവസാനത്തെ പേജ് കണ്ടോ, ആ കിതാബ് സുയൂത്തി ഇമാം എഴുതിയ അതിന്റെ അവസാനത്തെ പേജ്, ആദ്യത്തെ പേജും കൊടുത്തു അവസാനത്തെ പേജും കൊടുത്തു. ഇതാണ് ആ കിതാബ്. ഇന്നത് താഴെ കൊടുത്തല്ലോ, സൂറത്തുൻ അനിൽ ലൗഹത്തിൽ അഖീറ മിനൽ മഖ്തൂത്ത്, മഖ്തൂത്തായ കൈയെഴുത്ത് പ്രതിയുടെ അവസാനത്തെ പേജിന്റെ സൂറത്ത്, അതിന്റെ കോപ്പി. മഖ്തൂത്തിന്റെ അഥവാ കൈയെഴുത്ത് പ്രതിയുടെ ലാസ്റ്റ് പേജിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ പേജ്. തൊട്ട് മുമ്പത്തെ പേജോ സൂറത്തുൻ അനിൽ ലൗഹത്തിൽ ഊല മിനൽ മഖ്തൂത്ത്, കൈയെഴുത്ത് പ്രതിയുടെ ആദ്യത്തെ പേജിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതടക്കം കൊടുത്തിട്ടാണ് കൊടുത്തത്. അതുമാത്രമല്ല, ഈ ഓരോ ഇതിന്റെ അസലുകളും കൈയെഴുത്തി പ്രതികളും അതിൽ നിന്ന് പിന്നീട് എടുത്തുകൊണ്ടുവന്ന പ്രതികളുമൊക്കെ അത് എവിടെയുണ്ട് എന്ന് പോലും ഈ ഇതിൽ പ്രത്യേകമായി ഓരോ സ്ഥലത്ത് പരിചയപ്പെടുത്തുന്നത്. എവിടുന്നാണ് കിട്ടിയത്, ആരാ ഇതുള്ളത്, എവിടെ സൂക്ഷിച്ചത്, ഞാൻ അവലംബിച്ച കൈയെഴുത്ത് പ്രതികളെ പറ്റിയുള്ള വിശേഷണം. ഈ തഹ്ഖീഖിലെ പണ്ഡിതൻ പറയാം, നമ്മളതും പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് 31 പേജാണ് ഇതിന്റെ കൈയെഴുത്ത് പ്രതിയിലുള്ളത്. കൈയെഴുത്ത് പ്രതിയിൽ 31 പേജ് ഉണ്ട്. 31 ഭാഗം. ഫീ കുല്ലി ലൗഹത്തിൻ സുഫ്ഹത്താനി, ഓരോ പലകയിലും 2 പേജുകൾ. ഫീ കുല്ലി സുഫ്ഹ 25 സത്രൻ, ഓരോ പേജിലും 25 വരി. അപ്പൊ 25 വരിയുള്ള പേജ്, അങ്ങനത്തെ 2 പേജ് വീതമുള്ള ഓരോ പുറം, അങ്ങനത്തെ എന്നിട്ട് പോകാൻ ഞാൻ മതി. അപ്പൊ അങ്ങനത്തെ പിന്നെ 31 ഭാഗം, അപ്പൊ 62 പേജ്, 25 വരി വീതം. ഇതാണ് ഇതിന്റെ ഒരു കോപ്പി. വഖത്തുഹ ജയ്യിദുൻ, അതിന്റെ കൈയെഴുത്ത് നല്ല എഴുത്താണ്, വായിക്കാൻ പറ്റിയതാണ്. ഈ കോപ്പി എവിടെ ഉണ്ട്? വതൂജദു ഹാദിഹി നുസ്ഖ, ഈ കോപ്പി കൈയെഴുത്ത് പ്രതി ഉള്ളത് എവിടെ? ഫി ജാമി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഉണ്ട്. കമാ ഫി ദലീൽ മഖ്തൂതാത്തി സുയൂത്തി, ദലീൽ മഖ്തൂതാത്തി സുയൂത്തി എന്ന കിതാബിൽ പറഞ്ഞതുപോലെ 163 പേജിൽ പറഞ്ഞതുപോലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ 1/890 നമ്പറായിട്ട് ആ കയ്യെഴുത്ത് പ്രതി സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി അതിൽ നിന്ന് സൂറത്തുൻ അലാ മൈക്രോഫിലിം, അതിന് മൈക്രോഫിലിമിലൂടെ അതിൽ നിന്ന് എടുത്തൊരു കോപ്പി വേറെയുമുണ്ട്. ഫി മർക്കസിൽ വസായിഖുൽ മഖ്തൂത്താത്ത് ഫിൽ ജാമിഅത്തുൽ ഉർദുനിയ്യ, ഉർദുൻ സർവകലാശാലയിൽ അതിൽ നിന്ന് മൈക്രോഫിലിമായി എടുത്തുകൊണ്ട് വന്ന മറ്റൊരു കോപ്പി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അത് കോപ്പി എടുത്ത ആളിൽ നിന്ന് അതിൽ ചില പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. കോപ്പിടുത്ത ആള് ഇബ്രാഹിം ബിൻ അഹമ്മദ് ബിൻ യൂസുഫ് നജ്ദി അത്തൈമി അൽ ഹംബലി എന്നാളാണ് കോപ്പിടുത്തിലുള്ളത്. 1188 ഹിജ്റ വർഷം 1188 എന്നാണ്. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായി ഇതിന്റെ എവിടെ ഉണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5 വാക്യങ്ങൾ നോക്കും. ആയിക്കോട്ടെ, ഏതായാലും നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് അടക്ക കച്ചവടത്തിനിടയിൽ നിന്നൊക്കെ വായിക്കാൻ പഠിച്ചല്ലോ, വലിയ അൽഹംദുലില്ലാഹ്. സലാം സാഹിബ് നിങ്ങൾ സമയം എടുത്തിട്ട് എടുത്തോളൂ. അതിന്റെ ഇടയിൽ നമ്മൾ വേറെ 1-2 കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അല്ല, അതിനിടയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, സൗകര്യം പോലെ നോക്കിക്കോളൂ. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ പോണതിന്റെ ഇടയിൽ
ഇതിലിപ്പോൾ ഉള്ളതല്ലേ മാ ബൈന മഅ്കൂഫൈനി അതല്ലേ, അത് മാത്രമല്ല. എന്താണ് സലാം സാഹിബ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്, നിങ്ങളെ കൈ തരാന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ പറഞ്ഞല്ലേ പറഞ്ഞേ, ഇത് അത് മാത്രമല്ല പറഞ്ഞാ ഞാൻ പറയാ ആ തരാ സലാം നിങ്ങൾ ഇരിക്കും മുസ്ലിയാരെ. അത് ശരി സലാം സാഹിബ് നിങ്ങൾ തരും, ഞാൻ പറഞ്ഞില്ല തരാന്ന്. എന്ത് കെട്ടാറുണ്ട് കിതാബിന് തരാൻ പറഞ്ഞു കക്കനോടെ. അത് ശരി നിങ്ങളെ മാതിരി നമ്മൾ ചോദിച്ചത് നടക്ക കച്ചവടം കക്കാന് അങ്ങനത്തെ വിഷയത്തിലില്ല. അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് ബാക്കി തീരുമാനിച്ചോളി, അതാണ് വേണ്ടത്. അപ്പൊ ഈ കിതാബിൽ എന്തുണ്ട്? ഖബറുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിപ്പിക്കുന്നു. അതില് പല കിതാബിൽ നിന്ന് എടുത്ത ഭാഗത്തിലുണ്ട് ഒരുപാട്. അത് സുയൂത്തിലെ ഏത് കിതാബിലുണ്ട്. സുയൂത്തിലെ ഏത് കിതാബ് എടുത്താലും അദ്ദേഹം പല ഇബ്നുൽ ജൗസിയുടെ പല കിതാബ് ഒരുപാട് ഭാഗമുണ്ട്. ഇഖ്തിലാസുൽ മുസ്തഖീമിൽ ഒരുപാട് ഭാഗമുണ്ട്. പല കിതാബിൽ നിന്ന് സുയൂത്തി എടുത്തതുണ്ട്. അത് സുയൂത്തിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഹാത്തിബുൽ ലൈൽ എന്ന് അതിന്റെ സ്ഥാനപ്പേര് തന്നെ ചതിവ് പറഞ്ഞത്. ഹാത്തിബുൽ ലൈൽ എന്ന് സുയൂത്തിയെ പറ്റി ചതിവ് ആക്ഷേപിച്ചു വന്ന എന്തുകൊണ്ടാ? രാത്രി വിറക് ശേഖരിക്കാൻ പോണ ആളെപ്പോലെയാണ് സുയൂത്തീന. രാത്രി വിറക് ശേഖരിച്ചാല് അതിൽ വിറകും കൂടും, കൂട്ടത്തിൽ പാമ്പിനെയും പിടിച്ചു കിട്ടും. അതാണ് സുയൂത്തിയുടെ രീതി എന്ന് ഹാത്തിബുൽ ലൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സുയൂത്തിയുടെ ഏത് കിതാബ് എടുത്താലും അതിലൊക്കെ കാണാം അതിന്റെ പല ഭാഗവും പല കിതാബിന് അങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഇഖ്തിലാസുൽ മുസ്തഖീം എടുത്തിട്ടുണ്ട്, അതേപോലെ പലതിനും എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഓരോന്നിടത്ത് നോക്കി പല ഭാഗത്തും കാണാം ഇതേപോലെ ഈ മഅ്കൂഫ് എന്ന് വന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തും ഇതേപോലെ എടുത്തു. എല്ലാ പേജും മഅ്കൂഫ് ഇല്ലാത്ത പേജില്ല കണ്ടോ. ആ ആയിക്കോട്ടെ, എന്നിട്ടോ എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ലല്ലോ. ആര് കടത്തിക്കുട്ടി? സുയൂത്തി കടത്തിക്കുട്ടി. സുയൂത്തി കടത്തിക്കുട്ടി, സുയൂത്തി കടത്തിക്കുട്ടി. അതാണ് സുയൂത്തി ഇമാമ കടത്തിക്കുട്ടീന്, അതാണ് വിഷയം. എന്താ എന്നിട്ട് സുയൂത്തി ഇമാമിന്റെ നിങ്ങൾ കാര്യം കേൾക്കുന്നിട്ടല്ലേ? എന്നിട്ടല്ലേ മൈക്ക് ആദ്യം കേൾക്കുന്നിട്ടേ. ആ മൈക്ക് വേണ്ടി 5-6 നിങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾ പോകുമ്പോ എന്നാലും കുഴപ്പമില്ല, മൈക്കിന് പൂതിയാണെങ്കിൽ നിങ്ങൾ കേൾക്കേ. അപ്പൊ സുയൂത്തി ഇമാമിന്റെ ഏത് കിതാബിലും അദ്ദേഹം ചെയ്യുന്ന പണി എന്താണ്? പല കിതാബിലും പല ഭാഗം കോട്ടയും അതങ്ങനെ എടുത്തു കൊടുക്കും, ചിലത് പറയുക പോലും ഇല്ല. പക്ഷെ സുയൂത്തിന്റെ കിതാബ് എടുത്തു കൊടുത്തപ്പോഴാണ് അദ്ദേഹം സർക്കാരിനോട് തെറ്റിയതും എന്നിട്ടും ഉണ്ടാകുന്നതും അവസാനം പൊരുത്തപ്പിടിക്കാൻ വന്നിട്ട് പോലും വാതിൽ കൊടുക്കാതെ പറഞ്ഞയച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ അന്നത്തെ പണ്ഡിതന്മാർ തമ്മിലുള്ള ചില സംസാരങ്ങൾ എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇതെന്നാലും അൽഹംദുലില്ലാഹ് ഈ വിഷയം വളരെ ക്ലിയർ ആണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ശരി, അല്ല സുയൂത്തിൽ ഖണ്ഡിക്കാൻ വേണ്ടി കൊടുത്തല്ലോ, തിരക്കടിഞ്ഞ സുയൂത്തിൽ എടുത്തു കൊടുത്തിട്ട് ഇത് ശരിയല്ല പറഞ്ഞിരുന്നുവെങ്കിൽ മറുപടി വേണ്ടത് നിങ്ങൾ കേട്ട് പോയി ആലോചിച്ചാൽ മതി. ഇത് സുയൂത്തി ഖണ്ഡിക്കാൻ വേണ്ടി കൊടുത്താണ് നിങ്ങൾ പറഞ്ഞ ന്യായമാണ്. നേരെ മറിച്ച് എടുത്തു കൊടുത്തിട്ട് അത് അംഗീകരിച്ചു പോകണല്ലോ, അല്ലാതെ ഖണ്ഡിക്കയില്ലല്ലോ. അപ്പൊ അതാണ് ഇതിലുണ്ടായത്.